ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരുപാട് റീച്ച് കിട്ടുന്ന, അതായത് ഓരോ വീഡിയോയ്ക്കും മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ലഭിക്കുന്ന ടോണി എന്ന് പറയുന്ന അച്ചായൻ്റെ കഥ. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പല ചാനലുകളിലും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, പുള്ളി ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനമാണ്. അപ്പം പുള്ളി പ്രാഞ്ചേട്ടനാണെന്ന് പറയുന്നവരുണ്ട്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അയാൾ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് മരുന്ന് മേടിക്കാൻ കാശ് കൊടുത്തു, സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായി മേടിച്ചു കൊടുത്തു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഞാൻ കുറച്ച് പേർക്കെങ്കിലും സഹായം നൽകുന്ന ആ വ്യക്തിയെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. ഒരാളെങ്കിൽ ഒരാൾ, രണ്ടുപേരെങ്കിൽ രണ്ടുപേര്, അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുള്ളിയെ കുറ്റം പറയാൻ ആരും അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരും സ്കിപ്പ് അടിച്ച് പോകല്ല, അവസാനം വരെ കാണുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും ഒക്കെ നൽകി മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടോണി അച്ചായൻ പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അത് കണ്ടതിന് ശേഷം കുറച്ചുകൂടി സംസാരിക്കാം. അച്ചായന്റെ ശമ്പളം, അതായത് അച്ചായന്റെ ജോലി ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് പാവങ്ങൾക്ക് 4, 5, 6 ലക്ഷങ്ങൾ വീട് വെച്ചും അല്ലാതെ ചികിത്സാ സഹായമായിട്ടും പഠന ചെലവിനായിട്ടും ഒക്കെ ഒരുപാട് പൈസ അച്ചാന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അച്ചാൻ ചെലവാക്കുന്നത്. എന്നിട്ടും ഇതുപോലുള്ള ഈ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ അച്ചാൻ ഉണ്ടാകുന്ന ആ ഒരു വിഷമമൊന്നുമില്ലല്ലോ. നമ്മള് ആത്മാർത്ഥമായിട്ടല്ലേ ചെയ്ത്. ഞാൻ ഒരു കള്ളത്തരം ചെയ്തു. എന്റെ പുറകെ എന്തുമാത്രം മീഡിയാസ്, എന്തുമാത്രം ക്യാമറ എന്റെ പുറകെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം. ഉറപ്പായിട്ടും വരും അല്ലെ. ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എവിടെ നിന്നാണ് ഫണ്ട്, എങ്ങനെയാണ് ഫണ്ടിന്റെ ഉറവിടം അല്ലെ, എവിടെ നിന്ന് ഫണ്ട് വരുന്നുണ്ടോ, ഇതെല്ലാവരും അന്വേഷിക്കും. ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇതുവരെ ഒരു ഫണ്ട് ആരുടെ നിന്നും വരുത്തിയിട്ടില്ല. ഇന്ന് വരെ എനിക്ക് തോന്നുന്ന ഒരു ഫണ്ട് ഞാൻ ഒരു മനുഷ്യനോട് ഈ നിമിഷം വരെ ഞാൻ മേടിച്ചിട്ട് അത് നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കും. പിന്നെ ഒറ്റ കാര്യം വിളിച്ചില്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച്, 40 വീട് പണിതിട്ട് ഒരു വീടിൽ, അതായത് 34 വീടെന്നങ്ങനല്ല പറയാം, 40 വീട് പണിതിട്ട് ഒരു വീട് ഞാൻ പറ്റിച്ചെന്ന് അല്ലെങ്കിൽ തട്ടിപ്പ് കാണിച്ചെന്ന് പറയാം. മണ്ടന്മാരാണോ ജനങ്ങൾ? ഒരു വീട് മാത്രം ഞാൻ എന്നെ തട്ടിപ്പ്, അപ്പൊ 39 വീട്ടിൽ ഞാൻ തട്ടിപ്പ് കാണിക്കണ്ടേ? വേണോ വേണ്ടയോ? 39 വീട്ടിൽ ഞാൻ തട്ടിപ്പ് കാണിക്കണ്ടേ? ഈ ഒരു വീട്ടിൽ പോയി അത്ര തട്ടിപ്പ് കാണിച്ച് ഞാൻ എന്റെ മണ്ടനോ? അല്ല, ഞാൻ ചെയ്ത് ഈ യൂട്യൂബറും മണ്ടന്മാരാണോ? അതേ ഞാൻ ചെയ്തു. അപ്പൊ ഈ 39 വീടിന്റെ ലിസ്റ്റ് കൂടെ ഒന്നും എടുത്തൂടെ? അല്ലെങ്കിൽ ഞാൻ ഈ 4-5 വർഷമായിട്ട് അന്നദാനം കൊടുക്കുന്നു, അതിന്റെ ഒന്ന് ലിസ്റ്റ് എടുത്തൂടെ? ഈ 40 വീട് പണിതിട്ട് 39 വീട് പണിത് കറക്റ്റായിട്ട് ഒരു വീട് മാത്രം ഞാൻ പറ്റിച്ചു. എന്ത് ചോദ്യം! ഇത് ജുവലറിക്കാരെ, എന്റെ ഓപ്പോസിറ്റുള്ള സ്വർണ്ണക്കടക്കാരെ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണി. ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. ആത്മാർത്ഥം ഞാൻ ആരുമല്ല. നാളെ ഒന്നും എനിക്കൊന്നും നമുക്കറിയില്ല, എപ്പോഴും പറയുന്നു. പക്ഷെ എന്നെ കൊടുക്കാൻ വേണ്ടി കുറെ എന്റെ ഓപ്പോസിറ്റ് 40 കടയായില്ലേ, 40 കടയാകുമ്പോൾ 40 വീട് പണിതപ്പോൾ സ്വർണ്ണക്കടക്കാർക്ക് ഇഷ്ടപ്പെടും, ഓപ്പോസിറ്റുള്ള ജുവലറിക്കാർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്നെ കൊടുക്കാൻ വേണ്ടി നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പരിപാടി. പിന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. 40 വീട് പണിതിട്ട് 39 വീടും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു, പറ്റിച്ചിട്ടില്ല. ഒരു വീട് ഞാൻ പറ്റിച്ചു. എന്റെ കേട്ടിട്ട് തന്നെ എനിക്ക് സങ്കടം വരും. ഇനിയെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ നക്കാപ്പിച്ച തൊണ്ണക്കടക്കാരോട് മേടിച്ചു. നിങ്ങൾ എന്തെങ്കിലും എന്നെ ഇട്ടോ, യൂട്യൂബിലോ എന്ത് വേണമെങ്കിലും ഇട്ടോ. ഒറ്റ കാര്യമുള്ളൂ, ഇനി കുറെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ജപ്തിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം ചെയ്ത് ദയവ് ചെയ്ത് അതിൽ തന്നെ വിട്ടു. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം, എന്നെ ഒന്ന് വിട്ടാൽ മതി. നിങ്ങൾക്ക് എത്രയോ പേര് ചെയ്യാനുണ്ട്, എത്രയോ പേരെ അഴിമതിക്കാരെ പിടിക്കാനുണ്ട്. അതൊന്നും പിടിക്കാതെ ഈ സ്വന്തം വരുമാനത്തിൽ നിന്ന് സ്വന്തം കാശ് വെച്ച് ചെയ്യുന്നത് എന്നെ എന്തിനാ? ഞാൻ നാളെ ചെയ്തില്ല തന്നെ ഉള്ളൂ അല്ലെ? ചെയ്തില്ലെങ്കിൽ നിർത്തി, ചാരിറ്റി നിർത്തി, ചെയ്തില്ല, അത്രേ ഉള്ളൂ. അതിന് ആരുടെ ഫണ്ട് മേടിച്ചിട്ടല്ലോ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, 40 വീട് ചെയ്തിട്ട് ഒരു വീട് പറ്റിച്ച് 39 വീട് ആത്മാർത്ഥമായിട്ട് കഷ്ടം. അപ്പൊ പുള്ളിയുടെ അഭിപ്രായം കേട്ടല്ലോ. പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ജപ്തി വന്നവരുടെ ജപ്തിക്ക് വേണ്ടി കാശ് കൊടുക്കുക, മരുന്ന് മേടിച്ചു കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക. പുള്ളി ഏകദേശം 40 ഷോപ്പുകൾ തുറന്നു, അതിനോടൊപ്പം തന്നെ 40 വീടുകൾ വെച്ച് കൊടുത്തു. ഈ 40 വീട് വെച്ചതിനകത്ത് 39 വീടിനും പ്രശ്നമില്ല. ഏതാണ്ട് ഒരു വീടിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? എല്ലാവരും സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടു, ഇദ്ദേഹം തന്നെ മീഡിയക്കാരെ വിളിച്ചു വരുത്തുന്നു ചാരിറ്റി ചെയ്യുമ്പോൾ. ആയിക്കൊള്ളട്ടെ, പുള്ളിക്ക് റീച്ചിന് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ കടയുടെ പ്രൊമോഷന് വേണ്ടി ആയിരിക്കും. ഓരോ വീഡിയോ മില്യൺ കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. അത് പുള്ളിക്ക് അത് ആവശ്യമായിരിക്കാം. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, അയാൾ ആരെയൊക്കെ കാണിച്ചാലും, പ്രാഞ്ചേട്ടനായാലും അയാളെ കൊണ്ട് ഒരാളെങ്കിൽ ഒരാൾ, രണ്ടുപേരെങ്കിൽ രണ്ടുപേര്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പേർക്ക് വീട് കിട്ടിയില്ലേ? അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നു. പേഴ്സണലി എന്നെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല. അപ്പം പുള്ളിയെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. പുള്ളിയോടൊപ്പം തന്നെ പുള്ളിയെ വിമർശിക്കുന്നതിനപ്പുറത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പുള്ളിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾക്കെതിരെ ചെയ്ത വീഡിയോയുടെ എല്ലാം കമന്റുകൾ നോക്കിയാൽ കൂടുതലും പോസിറ്റീവ് കമന്റാണ്. കാര്യം പുള്ളിയെ ഒരുപാട് സപ്പോർട്ട്, സത്യമാണ് പുള്ളി പറഞ്ഞത്. അതായത് തന്നെ സ്നേഹിക്കുന്നത് ജനങ്ങളാണ്, അത് സത്യമാണ്. ആ കമന്റുകൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് പോസിറ്റീവ്, പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയുള്ള കമന്റുകളാണ് വന്നേക്കുന്നത്.
ഈ സ്വർണ്ണക്കടയായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ജ്വല്ലറി തുറന്നു, നമ്മൾ കരുനാഗപ്പള്ളിയാണ് കൊല്ലത്ത്. അപ്പോൾ അവിടെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണം കൊടുത്ത് അങ്ങനെ ആ കടയിൽ ഭയങ്കര കച്ചവടമായപ്പോഴത്തേക്ക് ബാക്കിയുള്ള സ്വർണ്ണക്കടക്കാരൊക്കെ എന്തെടുത്ത് അവിടെ ഒരു നോട്ടീസ്, അവരുടെ കടകളിൽ ഒരു പോസ്റ്റർ എഴുതി ഒട്ടിക്കാൻ തുടങ്ങി, ഇന്ന കടയിൽ നിന്ന് മേടിച്ച സ്വർണ്ണം ഇവിടെ എടുക്കുന്നതല്ല. അപ്പം അങ്ങനെ ഒരു നോട്ടീസ് ബാക്കി എല്ലാ കടകളിലും വെക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും മറ്റേടുത്ത സ്വർണ്ണത്തിനാണ്ട് കുഴപ്പമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് പരമായിട്ട് തകർക്കാനുള്ള കാര്യങ്ങളാണ്. വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാം നമുക്ക്. എന്റെ വഴി എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, ഇനിയും ചെയ്യാനല്ല കുറെ കാര്യം നമുക്ക് ചെയ്യണ്ടേ. ഞാൻ പൊക്കോട്ടെ എന്റെ വഴി. അവര് എന്തിനാ വെറുതെ എത്രയോ പേരെ വിമർശിക്കാനുണ്ട്, എന്നെ എന്തിനാ വിമർശിക്കുന്നത്? ഈ അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ആരോപണം. ആയിരിക്കാം ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ പേര് തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല, ആരെയും ചെയ്തതെന്ന് അറിയില്ല. നിങ്ങളിപ്പോ ചോദിച്ചതിന് മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറെ പേർക്കൊണ്ട് ഇനി പോകാനുണ്ട്. കുറെ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. അതൊക്കെ ഒന്ന് നടത്തിക്കൊണ്ട് ഞാൻ കളയരുതേ. ആദ്യം പ്ലീസ് എന്നാ പറയാം, ഇത് കളയാതിരിക്കാൻ നിങ്ങൾ. ആർക്കും ഒരു ചേരയില്ലാത്ത ഉപകാരമാണ്. ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ എന്തിനാ എന്നെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എന്റെ വഴി ഒന്ന് പോകട്ടെ. കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യമില്ല. അതാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ കാര്യം നോക്കി പൊക്കോളാം, നിങ്ങളുടെ ഒന്നും അടുത്ത് ആ പുള്ളി വരുന്നില്ലല്ലോ എന്നുള്ളത്. പുള്ളി റീച്ചിന് വേണ്ടിയാണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കാൻ വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിൽ തന്നെയും അതുകൊണ്ട് പാവങ്ങൾക്ക് ഉപകാരം ഉള്ളിടത്തോളം കാലം നമ്മൾ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പ്. 40 ഷോപ്പ് തുടങ്ങി 40 കട ഞാൻ പണിതു. ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പോൾ 40 വീട് ഞാൻ പണിതു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ പണിത വീടുകളായിരിക്കും. അപ്പൊ അവരെന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇതൊന്ന് തീർത്ത് തരാമോ? ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം ചെലവായിരുന്നു. അതിന്റെ എക്യുപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലേ 40 ഷോപ്പുകൾ തുറന്ന് നിങ്ങൾക്ക് അറിയാം. എനിക്ക് ശത്രുക്കളുടെ ജൂവലർക്കാരുണ്ട്. എന്റെ ഓപ്പോസിറ്റുള്ള ജൂവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്ക് അത് സാരമില്ല, ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്. അത് നിർത്താതിരിക്കാം. അത് എനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിനോ ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ. ഈ യൂട്യൂബേഴ്സിനോട് എന്നെ വെച്ച് റീച്ചാക്കുന്നവർ എന്തിനാ എന്നെ വെച്ച് റീച്ചാക്കി? ഈ പാവങ്ങൾ കൂടെ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ ആഹാരം മാറ്റി വെക്കും. 400 പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡ് കൂടെ അവർക്ക് മാറ്റി വെക്കും. അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിൽ കഴിച്ചിട്ട് പോകും. അല്ലെ അതിന്റെ നല്ലത്. അവരെന്നെ വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജൂലർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് തക്കാപ്പിച്ച് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്ക് കിട്ടുന്നവരില്ലാതെ? പിന്നെ 2-3 വീട് തറകളും കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നത് എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലതേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്. ഇത് മാത്രമല്ല, ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവരെ പറഞ്ഞു പറയുന്ന പേര് ഞാൻ നിർത്തുന്ന കാര്യമുണ്ടോ? ഈ കൂടെ കണക്കിന് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഇനി ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞാൽ എന്റെ നാട്ടിൽ 400 രൂപ അന്നദാനം കൊടുക്കാം. അവർക്ക് വേണ്ട അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകാം. അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. കാരണം എന്തിനാ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല. ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ആരും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരെ. അപ്പൊ കേട്ടല്ലോ, പുള്ളി പറയുന്നത് മറ്റാരോ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഈ തെളിവൊന്നുമില്ല അങ്ങനെ ഒരു കാര്യം പറയാൻ. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി പറയുന്നുണ്ട്, ഒരു ഗായകനോ ഒരു പാട്ടുകാരനോ ഒന്നുമല്ല. പുള്ളി പിന്നെ ഈ ചാരിറ്റിയിലൂടെ മാത്രമാണ് ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഇത്ര അറിയപ്പെട്ടതും. അപ്പോൾ പുള്ളി ആ ചാരിറ്റി ചെയ്യുന്നു. അത് ചിലപ്പോൾ പബ്ലിക്കാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അപ്പോൾ അതിന് നമ്മളെ പ്രാഞ്ചേട്ടൻ എന്നൊക്കെ വിളിക്കും, അതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കാണാതെ പോകേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇദ്ദേഹം കാരണം എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എത്രയോ കുടുംബത്തിന് അത്താണിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ വഴിക്ക് പോവുകയാണ്. നമ്മൾ ഇടയ്ക്കൂടെ പോയി ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. പിന്നെ അത് മാത്രമല്ല, പുള്ളി കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഒരാളുടെ കയ്യിൽ നിന്നും ഒരു പൈസ ഇതിന്റെ പേരിൽ അദ്ദേഹം മേടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ വരികയും ചെയ്തിട്ടില്ല. അല്ലെ ഇന്ന കാരണത്താൽ പുള്ളി കാശ് തട്ടിച്ചെന്നോ വെട്ടിച്ചെന്നോ ഉള്ള ആരോപണം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ കാശിന്
പുള്ളിയാൽ കഴിയുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്നു. അതിൻ്റെ ഗുണഭോക്താക്കളായ ഒരുപാട് പാവപ്പെട്ടവർക്ക് കിട്ടുന്നതുമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഒന്നും ചെയ്യാൻ കഴിയാത്ത നമ്മൾ പുള്ളിയെ അവഹേളിക്കുന്നതിലോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നതിലോ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പുള്ളിയുടെ സന്തോഷം എന്താണോ അതുമായിട്ട് മുമ്പോട്ട് പോകട്ടെ. നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാതിരിക്കുക. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ടോപ്പിക്കും വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.